മദ്യപിച്ചിട്ടുണ്ട് എന്നയാൾ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ യുവതിക്ക് അതീവ ഗുരുതരമായി തന്നെ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിതീവ്ര വിഭാഗത്തിൽ പരിചരണത്തിലാണ് യുവതി ഉള്ളത്. തിരുവനന്തപുരം സ്വദേശി തന്നെ ആയിട്ടുള്ള സോന, 19 വയസ്സുകാരി സോനയാണ് ഇത്തരത്തിൽ അതിക്രമമേറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ സഹയാത്രികരുടെ ഉൾപ്പെടെ പ്രതികരണം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചവിട്ടി തള്ളിയിടുകയായിരുന്നു എന്നുള്ളതാണ്. ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു ഈ ഒരു അതിക്രമം. മാത്രമല്ല നടുവിനെ ചവിട്ടിയിട്ടാണ് ഇത്തരത്തിൽ പുറത്തേക്ക് തള്ളിയിട്ടത്. യാതൊരു പ്രകോപനവും തന്നെ യുവതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും പറയുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു കേരള എക്സ്പ്രസ്സിൽ യുവതി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയുണ്ടായിരുന്നത്. യാത്രാമധ്യയാണ് ഇത്തരത്തിലൊരു അതിക്രമം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതായത് ഈ ട്രെയിനിൽ ഉൾപ്പെടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ തത്സമയ ദൃശ്യങ്ങളായി കാണുന്നത് ഈ പ്രതിയെ ഇത്തരത്തിൽ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളതാണ്. നിലവിൽ ഇപ്പോഴും വൈദ്യപരിശോധന തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവതി നേരത്തെ ആദ്യഘട്ടത്തിൽ വർക്കല സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചതെങ്കിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ യുവതി തുടരുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള 19 വയസ്സുകാരി സോനയാണ് ഇത്തരത്തിൽ അതിക്രമമേറ്റത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള ഒരു കാര്യം കൂടി, നേരത്തെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അർച്ചന എന്ന പെൺകുട്ടിയെ കൂടി പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനൊപ്പം പോലീസിനൊപ്പം കൊണ്ടുപോയിരുന്നല്ലോ പെൺകുട്ടി. അവരുടെ പ്രതികരണം എന്തെങ്കിലും നമുക്ക് കിട്ടിയോ? അവരിപ്പോഴും ആ ആശുപത്രിയിലുണ്ടോ? അരുണ്യ, നമുക്ക് ആശുപത്രിയിൽ നിന്നും നിലവിൽ ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സഹയാത്രികരുടെ ഉൾപ്പെടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് തള്ളിയിട്ടത്. അത് നടുവിന് ചവിട്ടി പുറത്തിടുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു യാത്രക്കാരിയെയും ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇയാൾ ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈദ്യപരിശോധന നടത്തി വരികയാണ്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു കാര്യം, വലിയ ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്നുണ്ടായ ഒരു യുവതിയെ സഹയാത്രികർ പറയുന്നു ഞങ്ങളെ കൂടി ഇത്തരത്തിൽ ഞങ്ങളെ കൂടി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ പറയുന്നു. എന്തായാലും പോലീസ് ഉടൻ തന്നെ റെയിൽവേ പോലീസ് കണ്ടെത്തുകയും ഇത്തരത്തിൽ ഈ വീഴുന്ന സാഹചര്യത്തിൽ തന്നെ റെയിൽവേ എതിർദിശയിൽ നിന്ന് വരുന്നുണ്ടായ മെമു ട്രെയിൻ ഇത് ശ്രദ്ധിക്കുകയും അതായത് ആ ട്രെയിൻ നിർത്തി ഈ യുവതിയെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇല്ലെങ്കിൽ അത് വലിയൊരു ഗുരുതരമായ അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് ഇത്തരത്തിൽ വീണുപോയേനെ. എന്തായാലും നിലവിൽ ഈ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇയാളെ ഈ തള്ളിയിട്ടിട്ടുള്ള ആളെ പോലീസ് ഉൾപ്പെടെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഫോർട്ട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ യാത്രാമധ്യേ ഇത്തരത്തിൽ നടുവിന് തള്ളി പുറത്തേക്കിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ യുവതിയെ നിലവിൽ അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ളൊരു സങ്കടകരമായ വാർത്തയും കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും തിരുവനന്തപുരത്തേക്ക്, അതായത് ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസ്സിലാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ യുവതി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അരുണ്യ, നമ്മളിപ്പം ഹാൻസ് കൂടി പ്രതികരണമായിട്ട് എത്തുന്നുണ്ട്. ഹാൻസ്, ഇപ്പോൾ പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? അഞ്ജലി, ഇന്ന് വൈകിട്ട് 5:30-ക്കാണ് എറണാകുളം ടൗണിൽ നിന്ന് ഈ കേരള എക്സ്പ്രസ് യാത്ര തിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലാണ് അവസാന സ്റ്റേഷൻ. ഇതിനിടയിൽ അതിനു മുൻപ് ആലുവയിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടികൾ കയറുന്നത്. അഥവാ 5 മണിക്ക് മുൻപാണ് ഈ പെൺകുട്ടികൾ രണ്ടുപേരും ആലുവയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് 8:27 കൃത്യസമയം 8:27 വർക്കലയിൽ ഈ ട്രെയിൻ എത്തുന്നത്. ശേഷം 8:31 ട്രെയിൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇതിനിടയിൽ ഈ വർക്കല ശിവഗിരി സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ പിന്നിട്ട് ഈ വർക്കല അയ്യന്തോൾ
ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ഈ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടി പറയുന്നത് ഈ മറ്റു യുവതിയെ തന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നുള്ളൊരു ഇതേ ഉള്ളൂ. കുട്ടിയെ നമ്മൾ സേഫായിട്ട് സ്റ്റേഷനിൽ എത്തിച്ചു, അത്രേ ഉള്ളൂ. ആരോഗ്യനിലയെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ? ഇല്ല, നമുക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. കുട്ടിയെ നമ്മൾ സേഫായിട്ട് എത്തിച്ചു, അത്രേ ഉള്ളൂ. ഈ പ്രതി ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും ഞാനെല്ലാം തള്ളിയിട്ട് എന്നാണ് പറയുന്നത്. റെയിൽവേ പോലീസ് അങ്ങനത്തെ എന്തെങ്കിലും അല്ലല്ല, കുട്ടി കൺഫേം ആയിട്ട് പറയുവാണ്. അതെ അതെ. ഈ സഹയാത്രികരെ ആക്രമിക്കുന്ന സാധ്യത അതൊന്നും അറിയില്ല. ഞങ്ങളെ സ്റ്റേഷനിൽ നിർത്തി കുട്ടിയെ സേഫായിട്ട് എത്തിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. നമ്മൾ രണ്ടുപേരും പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് ഈ പ്രതി ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്. അയാൾക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, അറിയില്ല. ആലുവയിൽ നിന്നാണ് കയറിയത്. പിന്നീട് ഈ കമ്പാർട്ട്മെന്റിൽ എവിടെ നിന്നാണ് ഈ പ്രതി കയറിയത്